നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എഫ് എ സ്പേഴ്സിന് ഇട്ടിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള റോഡ്രിഗോ ബെൻറ്റങ്കർക്ക് ഇനി 7 ഡൊമസ്റ്റിക് മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല. ബാനിന് പുറമെ 100K ഫൈനും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എഫ് എനെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത സിറ്റുവേഷൻ ആണ്. ഇമാരൊക്കെ ഉണ്ടല്ലോ, മടല് വെട്ടി അടിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം ഇതിലും വലിയ പല ഇൻസിഡൻസും കഴിഞ്ഞ 1-2 വർഷത്തിൽ ഉണ്ടായപ്പോ എഫ് എയിൽ ഒരുത്തനും വായ തുറന്നിട്ടില്ല. ഇപ്പൊ സ്പേഴ്സിൽ ഒരു ഇഷ്യൂ വന്നപ്പോ അവര് പിറ്റേന്ന് തന്നെ കമ്മിറ്റി രൂപീകരിക്കുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫൈൻ കൊടുക്കുന്നു, ബാൻ കൊടുക്കുന്നു. എന്താ ഇവരുടെ ആവേശം? എന്റെ പൊന്നോ, സമ്മതിച്ചു കൊടുക്കണം. ഞാൻ റേസിസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. നിങ്ങൾ ബെൻറ്റങ്കർ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് 2 മാച്ച് ബാൻ കൊടുത്തോ, 100Kക്ക് പകരം 200Kയോ 300Kയോ ഫൈനും അടിച്ചു കൊടുക്കുക, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ 7 മാച്ച് ബാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ട മാഷെ. കഴിഞ്ഞ ഇൻസിഡന്റ് എന്തുകൊണ്ട് ഇഗ്നോർ ചെയ്തു എന്ന് എഫ് എ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. കാരണം എൻസോ ഫെർണാണ്ടസിന്റെ ഇഷ്യൂ വന്നു. അപ്പൊ എഫ് എ എന്താണ് പറഞ്ഞത്? അയ്യോ, പുള്ളി ചെൽസിയിൽ നിന്ന് കൺട്രി ഡ്യൂട്ടിക്ക് വേണ്ടി പോയ സമയത്ത് അർജന്റീനൻ ടീമിനൊപ്പമാണ് സംഭവം നടന്നത്. അത് നമ്മളെ പരിധിയിൽ വരുന്ന കാര്യമല്ല, അതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതിലും വളരെ ഓപ്പൺ ആയിട്ട് റേസിസ്റ്റ് സ്റ്റാൻഡ് നടത്തിയിട്ടുള്ള ഇൻസിഡന്റ് ആയിരുന്നു അത് എഫ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല. ഇപ്പൊ ഉറൂഗൻ ഡ്യൂട്ടിക്ക് വേണ്ടി പോയിട്ടുള്ള ബെൻറ്റങ്കർ ഉറൂഗൻ ലോക്കൽ ചാനലിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അറിയാതെ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യം, അയ്യോ അത് വേൾഡിലെ ഏറ്റവും വലിയ റേസിസ്റ്റ് ഇൻസിഡന്റ് ആണ്, എഫ് എയുടെ മാനം പോകും, ആകാശം ഇടിഞ്ഞു വീഴും, നമ്മളെ ഇന്റഗ്രിറ്റിനെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ്, എന്തായാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തേ പറ്റൂ, ഒരു രക്ഷയില്ല, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻസിഡന്റ് ആണ്. ഇപ്പോ പല സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരാള് ബാറിൽ വെച്ചിട്ട് വേറൊരാളുടെ മൂക്കാമണ്ട അടിച്ച് തകർക്കുന്നു, അയ്യോ അതൊന്നും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യത്തില്ല. അതൊക്കെ പോലീസും ലോക്കൽ കോർട്ടൊക്കെ നോക്കേണ്ട കാര്യമാണ്. വീട്ടില് സെക്സ് പാർട്ടി നടത്തി കഴിഞ്ഞാൽ അയ്യോ മൊറാലിറ്റി ഇഷ്യൂ അല്ല, നമ്മൾ അതൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, എഫ് ഐയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. ഡൊമസ്റ്റിക് പാർട്ട്ണറെ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മൾ നോക്കുന്ന വിഷയം ഒതുക്കുന്നില്ല, അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആണ്. ഇങ്ങനെ പല ഇൻസിഡൻസും ബ്ലേറ്റന്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തപ്പോൾ ചില ക്ലബിന്റെ ചില ഇഷ്യൂസിനെ എന്തുകൊണ്ടാണ് വളഞ്ഞു പിടിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. പൈസ വേണമെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചൂടെ? ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. ചവിട്ടിക്കൂട്ടി വലിച്ചു കയറേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ നിങ്ങളുടെ ക്ലബിനെതിരെ ഇതുപോലുള്ള ഇൻസിഡൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അപ്പീൽ കൊടുക്കുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു, പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പോൾ യൂറോപ്യൻ ലീഗിൽ കളിക്കൊന്നും കേൾക്കുന്നുണ്ട്, കളിച്ചാൽ നന്നായിരുന്നു. കാരണം നമ്മുടെ മിഡ്ഫീൽഡിൽ പറയാൻ കൊള്ളാവുന്ന ഒരു പേരായിരുന്നു ബെൻറ്റങ്കർ. പുള്ളി കൂടി പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് ഇനി കണ്ടറിയേണ്ട സിറ്റുവേഷൻ ആണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. അമോറിം ആദ്യത്തെ ട്രെയിനിങ് സെഷനൊക്കെ കണ്ടക്ട് ചെയ്തു. ഇഞ്ചുറി കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് പ്ലെയർ ട്രെയിനിങ്ങിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. മെയ്സൺ മൗണ്ട്, ലൂക്ഷ മലാസിയ, ഇപ്പോൾ ലെനിയോറോ തുടങ്ങിയ പല പ്ലേയേഴ്സും ഫസ്റ്റ് ട്രെയിനിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലെനിയോറോ എന്നൊക്കെ പറഞ്ഞാൽ വന്നിട്ടാകെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളൂ. പുള്ളിയൊക്കെ അമോറിം സിസ്റ്റത്തിൽ നന്നായിട്ട് കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് മാത്രമല്ല, മെയ്സൺ മൗണ്ടൊക്കെ നന്നായിട്ട് ട്രെയിനിങ്ങിൽ പെർഫോം ചെയ്യുന്നു എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇപ്സ്വിച്ച് ടൗണിനെതിരെയാണ് യുണൈറ്റഡിന്റെ ആദ്യത്തെ മത്സരം. നല്ലൊരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.